വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം. നോക്കിക്കേ, എന്തു മനോഹരമായ, നോക്കിക്കേ, പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാന്ന് പറഞ്ഞില്ലേ ഈ സ്ഥലം കാണാന്? നോക്ക്, കണ്ടോ സ്ഥലങ്ങൾ കണ്ടോ? ഇവിടെ പേടിക്കാനൊന്നുമില്ല, ഇവിടെ ഒന്നുമില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാന് ചൂണ്ടയിട്ട് എങ്ങനെ മീൻ പിടിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ അടുപ്പിലുള്ള പാചകവും എല്ലാം കൂടെ മിക്സഡ് ആണ് കേട്ടോ. ഒരു കഥയുണ്ട്, ഒരു ചേച്ചി പറയുന്ന കഥയുണ്ട്, എല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. രാജു അങ്ങനെ പല്ലൊക്കെ തേച്ച് രാവിലെ തന്നെ ചായ ഉണ്ടാക്കിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുടിക്കുവാണ്. ഇതുവരെ രാവിലത്തെ ചായ കുടിക്കുന്ന കണ്ടിട്ടില്ലല്ലോ. ഇതുവരെ രാവിലത്തെ ചായ കുടിക്കുന്ന കണ്ടിട്ടില്ല ആരും. ഇപ്പം ഈ സ്റ്റൈലിലൊക്കെയാണ് രാവിലെ ഇരുന്ന് ചായ കുടിക്കുന്നത് കേട്ടോ. കുടിക്കട്ടെ. അമ്മയ്ക്കൊരു മരുന്നുണ്ടാക്കുവാണേ. ഇതാ നോക്കിക്കേ, ഇതാണ് കൂവപ്പൊടി അല്ലേ? കൂവപ്പൊടി യൂറിനറി ഇൻഫെക്ഷൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് കൂവപ്പൊടി. ഡോക്ടർ തന്നിട്ടുണ്ട് മരുന്ന്. അത് കൂടാതുള്ള നമ്മളും കൂടെ കുറച്ച് നോക്കണ്ടേ. അതിന് ഭയങ്കര ഗമയിൽ നിന്ന് കൂവപ്പൊടി ഉണ്ടാക്കുവാണ്. പായസം ഉണ്ടാക്കുന്നതിന് തുല്യമാണ് കൂവപ്പൊടി ഉണ്ടാക്കുന്നത്. രാജു ഉണ്ടാക്കുന്നത് കണ്ട ഭയങ്കര ഗമയാണേ. കണ്ടോ, കാണിക്കത്തൊന്നുമില്ല കേട്ടോ ആരെയും. താണ്ട് ചുമ്മാ പറഞ്ഞ കേട്ടോ, കാണിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കൂവപ്പൊടി മനുഷ്യർ കാണാത്ത സാധനമാണ് അല്ലേ? കണ്ടോ, വലിയ ഗമയില ഇളക്കുന്നേ. പിന്നെ ആരോഗ്യമില്ലെന്ന് ആര് പറഞ്ഞു? ഇതാ കണ്ടോ, രാവിലത്തെ പണിയതേ. അത് ചൂടാറുണ്ട്, ഇത് നേരത്തെ ഉണ്ടാക്കി വെക്കുക. നമുക്കേ നമ്മുടെ ഇതുണ്ട്, ഒരു പെരയ്ക്ക് കിടക്കുന്നത് നമ്മുടെ കപ്പളത്തിൽ നിന്നൊരു കപ്പളങ്ങി എടുക്കാവേ നമുക്ക് ആ സാമ്പാറിന്. ഇതൊക്കെ ഉണ്ട് കിടക്കുന്നത്. എന്നോ മുട്ടൻ കപ്പളങ്ങയാണ്. നോക്കി, മുട്ടൻ കപ്പളങ്ങ. അത് വലുതാവട്ടെ, നമുക്ക് പഴുപ്പിക്കാം അല്ലേ? അപ്പം എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചില്ലല്ലേ? സോറി, എന്നും കാണിക്കുന്നത്. സാമ്പാറിൻ്റെ കഷ്ണവും പരിപ്പാദ്യം വെന്തിട്ട് കഷ്ണം എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കൂട്ടുകാരി ഒരു തൈ പണ്ട് തന്നായിരുന്നു, അത് കിളുത്തു. ഇതിൻ്റെ പേര് സംഭവം എനിക്കറിയത്തില്ല. എന്താ, ആഫ്രിക്കൻ മല്ലിയോ അങ്ങനെയാണ് ഇതിൻ്റെ പേര്. നല്ല മണം, ബ്രാഹ്മിൺസിൻ്റെ സാമ്പാറിൻ്റെ ഒക്കെ മണമാണ്. നമ്മൾ ആര്യാസിൽ നിന്നൊക്കെ സാമ്പാർ കിട്ടത്തില്ലേ, അപ്പം അതിൻ്റെ മണമാണ്. നല്ല രസമാണ്. ഇത് സാധാരണ കഷ്ണം ഇടുമ്പോൾ ഇത് അരിഞ്ഞിടുന്നതല്ലേ. ഇനിയിപ്പോൾ സാരമില്ല, നമ്മൾ കഷ്ണമൊക്കെ വെന്തിരിക്കുകയാണ്. അപ്പം തിളയ്ക്കണമല്ലോ എന്താണേലും. അപ്പം നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടാൽ മതി. കഴുകിയെല്ലാം വെച്ചേക്കുന്നതായിരുന്നു. അപ്പം നമുക്ക് അപ്പം ഇത് എൻ്റെ മറ്റേ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അവളുടെ വീട്ടിലെ തൈയാണ്. അവൾ പണ്ട് എനിക്ക് തന്നു. എടി അതെൻ്റെ കിളുത്ത് നിറച്ചുണ്ടായി കേട്ടോ. നീ എൻ്റെ വീഡിയോ കാണുന്നതല്ലേ, അപ്പം നിനക്ക് കാണാമല്ലോ, കാണിച്ചു തരാവേ. ഇനി നമുക്ക് സാമ്പാറിൻ്റെ ഇത് കലക്കി വെച്ചേക്കുമായിരുന്നേ. നമ്മൾ ബ്രാഹ്മിൻസാണ് കേട്ടോ, ഞങ്ങൾ ബ്രാഹ്മിൻസുകാരാണ്. ഞങ്ങളതാണ് ഉപയോഗിക്കുന്നത്. ഈസ്റ്റേണിന് എനിക്കിഷ്ടമില്ല. ഈസ്റ്റേൺകാരെന്നെ ചിലപ്പോൾ തട്ടിയെടുത്ത് കുഴിച്ചു മൂടുമായിരിക്കും. എന്നാലും സാരമില്ല, ഈസ്റ്റേണിൻ്റെ പൊടി എനിക്കിഷ്ടമില്ല. ബ്രാഹ്മിൻസ് ആണെങ്കിൽ നല്ലൊരു, അതിനകത്തേറെ കായം ചേർത്തിരിക്കും. എൻ്റെ ചേട്ടനാണെങ്കിൽ കായം എപ്പോഴും മുമ്പിൽ കാണണം കേട്ടോ. കായത്തിൻ്റെ മണം നല്ല ടേസ്റ്റ് മുമ്പിട്ട് നിൽക്കണം, അങ്ങനെയാണ്. അപ്പം ഉപ്പൊക്കെ ഇട്ടായിരുന്നു ഞാൻ വേവിച്ച്. രാവിലെ തുടങ്ങി ഉപ്പ് നോട്ടം തുടങ്ങി. ചുളുപ്പൊക്കെ വേണം. എന്നിട്ട് പുളിയും കൂടെ നമുക്ക് അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കാം. പുളിയും കൂടി ഇട്ടേച്ച് കഴിഞ്ഞ് ഉപ്പ് നോക്കുന്നല്ലേ.
പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് ഇവിടെ ഞാൻ വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ടേ. അപ്പം എളുപ്പമല്ലേ. അപ്പം നിങ്ങളുടെ അടുത്ത് നോടണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വെള്ളമൊക്കെ ഇവിടെ കൊണ്ട്. ആരും എന്നോട് പറഞ്ഞല്ലോ വെള്ളം കൊണ്ട് ഇവിടെ അടുത്ത് വെക്കണം, അതുകൊണ്ട് ഞാൻ വെച്ചതാ കേട്ടോ. ഇപ്പം ഒത്തിരി കമൻറ്റ് വരുന്നതുകൊണ്ട് ആരാ പറഞ്ഞതെന്ന് ഒന്നും ഓർക്കുന്നില്ല കേട്ടോ, സോറി. ഇപ്പം പുതിയൊരാൾ പ്രീത ഹരി എന്നാണ് തോന്നുന്നു കേട്ടോ. പ്രീത ഫുൾ കാണുന്നുണ്ട് വീഡിയോ അല്ലേ, മനസ്സിലായി. നമുക്ക് കമന്റ് ഇടുമ്പോ അറിയാലോ ഫുൾ വീഡിയോ കാണുന്നവരെ. സുപ്രിയ പറഞ്ഞ പോലെ സൂപ്പർ എന്ന് പറയുന്നവരൊക്കെ കള്ളന്മാരാ, കള്ളികളാ, വെറുതെ ഇട്ടേച്ച് പോകുന്നതാ അല്ലേ. കാണുവാണെ കാണുക, ഒരെണ്ണം വീഡിയോ ഫുള്ള്. ഒരു ദിവസം ഒരെണ്ണം കണ്ടാൽ മതിയല്ലോ, എന്നാലും കാണാലോ. എല്ലാം ഉണ്ട്, തിളപ്പിക്കട്ടെ. തിളക്കട്ടെ ഇടക്കിടന്ന്. ഇച്ചിരി ഇതും കൂടെ കുറച്ചുകൂടെ തട്ടിയേക്കാം. ഇത് ഭയങ്കര ഇഷ്ടം. ഇതോടൊപ്പം ഇളക്കിയേക്കാവേ. തിളച്ചിട്ട് കടുക് കൂടെ വറക്കാം. കടുക് വറക്കാൻ നേരം കരിവേപ്പില ഇച്ചിരി ഇട്ട് കൊടുക്കണം. ഇപ്പൊ തിളക്കണ്ട, തിളക്കുന്നിടം വരെ നിന്ന വീഡിയോ നീണ്ടു. ഞാൻ സുപ്രിയയുടെ കാര്യം പറഞ്ഞു കൊടുത്തു കേട്ടോ ചേട്ടന്. ചേട്ടൻ ഇങ്ങനെ വന്നേട്ടാ, ഇന്ന് വന്നേ, ഇന്ന് ഞാൻ പിടിപ്പിക്കുന്നുണ്ട്. ആഹാ, ഇന്നലെ കമന്റ് വായിച്ച് കേൾപ്പിച്ചില്ലേ സുപ്രിയയുടെ വീഡിയോ ഒളിച്ചു നോട്ടമൊക്കെ അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. അതിന്റെ പൊരുളെന്താന്നുള്ള മനസ്സിലായി. എന്തായാലും ഒക്കെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ പറയുമ്പോ രസമല്ലേ അല്ലേ, വീഡിയോയ്ക്ക് ഒരു രസമല്ലേ കേൾക്കുമ്പോ. നല്ലൊരു രസം തന്നെയാണ്. ആ മൊത്തം കണ്ടതുകൊണ്ട് സുപ്രിയയുടെ വീഡിയോ കേട്ടോ, ഞാൻ മൊത്തം കേൾപ്പിച്ചു. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഓക്കെ ശരി. അപ്പൊ എന്റെ സാമ്പാർ വെന്തു, ഇനി ബാക്കിയാ നോക്കട്ടെ. ഇന്ന് നമ്മുടെ അവിയലും തോരനും നമ്മൾ അടുപ്പത്ത് വെക്കുന്ന കേട്ടോ. അവിയലിനകത്ത് വെള്ളം ഒഴിച്ചു, ഉപ്പിട്ടിട്ടില്ലേ, ഉപ്പിടാവേ, മുളക് പൊടി ഇട്ടു, എല്ലാം ഇട്ടു. നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കാം. ഇത് നമ്മുടെ വേറൊരു കുഞ്ഞുകട്ടിയാണ്, ഇന്നലെ കാണിച്ചില്ല, അതിന്റെ വേറൊരെണ്ണം. അപ്പം ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇവിടെ കൊണ്ടെല്ലാം ഞാൻ എത്തിച്ചു വെച്ചേക്കുവാണ്. നമുക്ക് നമ്മുടെ മൂടുന്ന അടപ്പെടുത്തോണ്ട് വരാം. അല്ല ഇച്ചിരി പാടാ കേട്ടോ, അതെടുത്തോണ്ട് വന്നിട്ട് കാണാവേ. നമ്മുടെ അവിയലിനൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കാലൊക്കെ നീട്ടി ഇങ്ങനെ ഇരിക്കുവാണേ. നല്ല രസമാണ്, നല്ല അടുക്കളയിൽ നിന്ന് ചെയ്യുന്നതിൽ സുഖമാണ്. പക്ഷെ എല്ലാ സാധനവും നമ്മൾ ഇവിടെ കൊണ്ട് വെക്കുന്നത് ഒരു വലിയ ചുമതലയാണ്, അതൊരു വലിയ ജോലിയാ. അപ്പൊ ഞാൻ ഇന്നലെ ഇരുന്ന് ഞാന് നിങ്ങളോട് കഥയൊക്കെ പറഞ്ഞ് എൻ്റെ അവിയലൊക്കെ വേവിക്കാം കേട്ടോ. കഥയൊക്കെ പറഞ്ഞ് അവിയലൊക്കെ വേവിക്കാം അല്ലേ. ഇനി തോരനും ഉണ്ട്, ചീരയും
നമ്മുടെ സാമ്പാർ ചീരയും എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. അങ്ങനെയാണ്. അപ്പൊ ഇന്നലെ നമ്മുടെ സുപ്രിയക്കുട്ടി പറഞ്ഞ പോലെ ചേട്ടൻ ഉപ്പൊക്കെ ഇടയ്ക്ക് നോക്കാൻ വരുന്നുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലായി. ചേട്ടനെ മൊത്തം കാണിച്ച വീഡിയോയിൽ ചേട്ടൻ ഭയങ്കര ചിരിയായിരുന്നു. ഇന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് അതിനെപ്പറ്റി. സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു രസമല്ലേ അല്ലേ? അങ്ങനെയൊക്കെ ഇടയ്ക്ക് വേറെയുള്ള ഉദ്ദേശമൊന്നും അല്ല കേട്ടോ സുപ്രു, അങ്ങനൊന്നും വിചാരിക്കല്ലേ. രാജു ഇവിടെ ഉണ്ട് കേട്ടോ. ഫോണിനകത്തൂടെ ചേട്ടൻ സംസാരിക്കുന്ന വെച്ച കേൾക്കാവോ നിങ്ങൾക്ക്? ചേട്ടനോട് സംസാരിക്കുന്ന. പിന്നുണ്ടല്ലോ ഒരു കാര്യം പറയാം, ഞാൻ എങ്ങനെയാണ്, എനിക്കിപ്പോൾ പുതിയ ഒത്തിരി ആൾക്കാർ ഒത്തിരി നല്ല 2 പേരെ കൂടെ കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ എങ്ങനെയാണ് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ സബ്ജക്റ്റ്, ഇന്നത്തെ കണ്ടന്റ്. ചൂണ്ടയിട്ട് ഞാൻ എങ്ങനെ മീൻ പിടിക്കും അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം. നിങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് തുറന്നാണ് സംസാരിക്കുന്നത്. ഒന്നും കള്ളത്തരങ്ങളില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. ഞാൻ ആരുടെയെങ്കിലും ഒരു വീഡിയോ ഇങ്ങനെ നോക്കും. അതായത് ഇപ്പൊ സുപ്രിയയുടെയാണോ, ജീനയുടെയാണോ, ഐച്ചേച്ചിയുടെയാണോ, മിനിയുടെയാണോ, ആരുടെയിലൊക്കെ വീഡിയോ നോക്കിയിട്ട് പുതിയ ആൾക്കാർ കമന്റ് എടുത്ത് നോക്കുവേ. പുതിയ ആൾക്കാർ ആരെങ്കിലും എനിക്കറിയാൻ മേലാത്തോണ്ടോ നോക്കും. നമ്മൾ നോക്കിയിട്ട് ഞാൻ അതിലോട്ട് ഒന്ന് ചൂണ്ടയിടും. അതായത് അതിന് പോയി കമന്റ് കൊടുത്തിട്ട് ഞാൻ ആ വീഡിയോ കമന്റ് എടുക്കും. കമന്റ് കൊടുക്കത്തില്ല, കമന്റ് എടുക്കും. കമന്റ് കൊടുക്കുന്ന പരിപാടിയില്ല, കാരണം ആ വീഡിയോ നോക്കും ഞാൻ. കമന്റ് എടുത്തിട്ട് ആ വീഡിയോ ആരുടെയാന്ന് നോക്കുമ്പം ഇടി ഞങ്ങൾക്ക് കഥ പറയേണ്ടിയാ, തീയൊന്നും കെട്ടുപോലോ കേട്ടോ, നന്നായിട്ട് കത്തണേ. അപ്പം ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ മാത്രം, അതായത് നമ്മുടെയൊക്കെ ആ ഒരു നമുക്ക് കണ്ടിരിക്കാൻ രസമുള്ള വീഡിയോ ആണെങ്കിൽ ഞാൻ അത് മൊത്തം കാണും. അല്ലാണ്ട് ചുമ്മാ ഹായ് സൂപ്പർ അടിപൊളി നമ്മളങ്ങനെ ചെയ്യത്തില്ല. കാണുവാണെ ഒറ്റ വീഡിയോ അത് ഫുൾ കാണും. കണ്ടില്ല എന്തിനാ നമ്മൾ കപടത കാണിക്കുന്നത്? സത്യം പറഞ്ഞല്ലേ, നമ്മളങ്ങനെ സമയമില്ലാത്ത ജോലിക്കാരൊക്കെ ഉണ്ട്, അവർക്കൊന്നും സമയം കാണത്തില്ല വീഡിയോ കാണാൻ. പക്ഷെ ചുമ്മാ പോയി സൂപ്പർ എന്നൊന്നും കൊടുക്കണ്ട. കണ്ടില്ല അത്രയല്ലേ ഉള്ളൂ അല്ലേ? ഞാൻ അങ്ങനെ കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയുവാണ്. എന്നിട്ട് ഞാൻ നോക്കുവേ വീഡിയോ. സത്യം പറഞ്ഞ ചില വീഡിയോ ചിലത് ഈ സുപ്രിയയുടെ ജീനയുടെ ആരുടെ അല്ല, ഞാനിങ്ങനെ നമ്മൾ യൂട്യൂബ് എടുത്ത് ഇങ്ങനെ, അത് ഇന്നലെ കണ്ട കാര്യം പറയാം. ഇന്നലെ കണ്ടിട്ട് അപ്പൊ കമന്റിനകത്തോടെ എടുത്തിട്ട് ആ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ അത് ഫുൾ കണ്ടിട്ട് അവിടെ കമന്റ് കൊടുക്കും. അപ്പൊ നമ്മൾ അവരുമായിട്ട് കൂട്ടായില്ലേ. അപ്പൊ ചിലവരെ കണ്ടാലും നമ്മുടെ വീഡിയോ കാണത്തില്ല. നമ്മുടെ വീഡിയോ കൂടെ കാണാനും കൂടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അല്ലേ. പക്ഷെ നമ്മുടെ വീഡിയോ കണ്ടില്ലേ സാരല്ല, ചില വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കാണും. എന്നോട് ആരും പിണങ്ങല്ലേ. പിന്നെ ഇന്നലെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നമ്മൾ യൂട്യൂബ് എടുക്കുമ്പോൾ ഇങ്ങനെ നിരന്നു വരുമല്ലോ, അങ്ങനെ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു പ്രായമുള്ള ചേച്ചിയെ, ഒരു 65-70 വയസ്സുള്ള ചേച്ചിക്ക് കാണുമായിരിക്കും. എന്റെ ദൈവമേ, എന്റെ മേൽ പെരുവരക്ക് എഴുന്നേറ്റ് വരുന്നു. രോമാഞ്ചം എഴുന്നേറ്റ് വരുന്നു കേട്ടോ. എന്നാ സംഭവം അറിയാം, രക്തരക്ഷസല്ല ബ്രഹ്മരക്ഷസിന്റെ കഥയായിരുന്നു ഇന്നലെ മൊത്തം കണ്ട കഥ. ആ ചേച്ചിക്ക് അറിയാവുന്ന ഒരാൾ പറഞ്ഞ് കണ്ട യഥാർത്ഥ കഥ. ആ വ്ളോഗിന്റെ പേര് ഞാൻ സത്യം ബ്രഹ്മരക്ഷസ് അടിച്ചു കൊടുക്കുമ്പോൾ ആ ചേച്ചി വരുവാ. ആ ചേച്ചി അല്ല കേട്ടോ, ആ ചേച്ചിയുടെ വ്ളോഗ് വരുമായിരിക്കും. അപ്പൊ നോക്കണേ നിങ്ങളെ. ഞാൻ ഇനി നോക്കിയിട്ടല്ലെങ്കിൽ കമന്റിലൂടെ പറയാതാന്ന് കേട്ടോ. എന്റെ ദൈവമേ. എന്നിട്ട് ഞാനേ കിഴക്ക് ഷാളെ എന്നിട്ട് എടുത്തു നോക്കിയപ്പോ ഇല്ല, ഞാൻ ആ കഥ പറഞ്ഞോട്ടെ. പക്ഷെ നീണ്ടുപോകും, എനിക്ക് ഒത്തിരി സമയമില്ല, എൻ്റെ വീഡിയോ ഒത്തിരി ആവും. സാരമില്ല, എന്നാലും കുറച്ചൊക്കെ പറയാം. ഒരു വീട്ടുകാരെ 200 വർഷം മുമ്പുള്ള കഥയാട്ടോ. 200 വർഷത്തിന് മുമ്പുള്ള, 200 അല്ല 100 വർഷം അങ്ങനെ കണ്ട, കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള. അന്നൊക്കെയല്ലേ ഉള്ളു ഈ ബ്രഹ്മരക്ഷസൊക്കെ. ഇന്നിപ്പോ എവിടെ ഇരിക്കാനാ ബ്രഹ്മരക്ഷസിന്? ഉള്ളിടത്തെല്ലാം വീടെല്ലാം വെച്ച് മരമെല്ലാം വെട്ടിക്കളഞ്ഞ് ഇതില്ല, പനയില്ല, എച്ചിപ്പന, അതൊക്കെ വേണം, അതൊക്കെ കയറിയിരിക്കണമെങ്കിൽ. എന്റെ ദൈവമേ, ഇന്ന് രാത്രി എന്നെ പിടിക്കും ഈശ്വരാൻ. ആരാളെ സുപ്രിയ വയ്ക്കുന്നവരെ ആരാണ്ട് ഒച്ച കേട്ടു. സത്യം പറഞ്ഞ അപ്പത്തെ പണിക്കാരിയായിരുന്നു. പോട്ടെ, സാരമില്ല. അന്നേരം ഉണ്ടല്ലോ, അത് സുപ്രിയ ചോദിച്ചോ ഞാൻ ചോദിച്ചാട്ടോ. പിന്നുണ്ടല്ലോ
ആ അപ്പൊ അവര് ഒരു കൂട്ടർ അവിടെ താമസിക്കുകയാണ്. അതായത് ഒരു വല്യപ്പന്റെ ഭാര്യ, ആ 7 മക്കള്, ഇത്രയും പേരാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്. വീടെന്നൊന്നും പറയാനില്ല, കുടില് പോലത്തെ ഒരു വീടാണ്. പണ്ടുള്ള വീട്. ആ വീട്ടില് താമസിച്ചോണ്ടിരുന്നപ്പം ഈ അപ്പൂപ്പനുണ്ടല്ലോ രാവിലെ ജോലിക്ക് പോകും. അതെങ്ങനാ, ലൈറ്റ് ഇതൊന്നും ഇല്ലല്ലോ. പണ്ടത്തെ കാലം ഓർത്ത് എല്ലാരും പൊറോട്ട് വെക്കോ, നമുക്കൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും പൊറോട്ട നമ്മൾ അപ്പൂപ്പനൊക്കെ പറഞ്ഞുള്ള ശബ്ദം അറിയാം. ചൂട്ടൊക്കെ കത്തിച്ച് രാവിലെ അങ്ങ് പോകും. വെളുപ്പിനെ തിരിച്ചു വരുമ്പോഴത്തേക്കും സന്ധ്യ കഴിയും. ചൂട്ടൊക്കെ തിരിച്ചു വന്നിട്ടില്ല, പോയതേ ഇവിടെ. അപ്പൊ ആ അമ്മച്ചി വെച്ചോ ഇല്ല, ഞാൻ സൈഡിലോട്ട് വെച്ച. അപ്പൊ ആ അമ്മച്ചി ഉണ്ടല്ലോ ആണ്ടാടിരുന്ന് കഥ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ആണോ? അപ്പൊ ആ അമ്മച്ചി രാവിലെ ഉണ്ടല്ലോ, ഈ അപ്പൂപ്പൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി രാവിലെ സന്ധ്യ ആയപ്പോഴത്തേക്ക് അപ്പൂപ്പനെ കാണുന്നില്ലേ. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും സന്ധ്യക്ക് മുമ്പായിട്ട് ഒരാള് വന്ന് വെള്ളം ചോദിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞ കഥയത്. വെള്ളം ചോദിച്ചപ്പോൾ ഇവര് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്, വെള്ളം ഉണ്ടോയെന്ന് ചോദിച്ചു. വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും തിരിച്ച് വെള്ളം കൊണ്ട് വന്നപ്പോൾ കാണുന്നില്ല. ഒത്തിരി ഇടയ്ക്കുണ്ടേ, പറഞ്ഞു നമ്മുടെ വീഡിയോ നീണ്ടു, കാണുന്നില്ല. ഇത് കാണാതായപ്പോഴത്തേക്കും ഇവർക്കൊരു ഭയങ്കര ഒരു ഭയം പോലെ ഭയം തോന്നിച്ച് അവർക്ക് എന്താ സന്ധ്യ കഴിഞ്ഞിട്ട് അപ്പൂപ്പൻ വരാൻ നോക്കിയിരിക്കുക, ഭർത്താവ് വരാൻ നോക്കിയിരിക്കുക. ഭർത്താവ് വരാൻ നോക്കിയിരിക്കുമ്പോഴത്തേക്കും ഭർത്താവ് വന്നപ്പോഴത്തേക്കും ഇവരാകപ്പാടെ വെപ്രാളത്തില്. അപ്പം പുള്ളിക്കാരൻ ചോദിച്ചു, എന്തു പറ്റി പൊന്നമ്മേന്ന് ചോദിച്ചു. ഞാനൊരു കഥ പറയുന്നൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. ആണോ? അപ്പൊ പുള്ളിക്ക് വിശ്വാസമൊന്നുമില്ല. പുള്ളി പറഞ്ഞു, സത്യമാണോ? അങ്ങനെ പറഞ്ഞു, എനിക്ക് പേടിയോ അങ്ങനെ എല്ലാം പറഞ്ഞേ. സന്ധ്യ കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഇവര് ജനലടയ്ക്കാൻ വേണ്ടി കിടക്കാൻ വേണ്ടിയിട്ട് ജനലടയ്ക്കാൻ പോയപ്പോഴത്തേക്കും 4 രൂപങ്ങൾ പുറത്തിരിക്കുന്നു. പെട്ടെന്ന് ഇവര് പറഞ്ഞു, ദേ നോക്കിക്കോ, ഓടി വെള്ളം ഒരു ഇത് ഇട്ടിരിക്കുന്ന കണ്ടോ, ഇത് ആരോ നോക്കിക്കെന്നെല്ലാം പറഞ്ഞ് അവര് പറയണം. ഞാൻ പറഞ്ഞ അത്ര രസമൊന്നുമില്ല. നോക്കി ജനലിന്റെ അവിടെയൊക്കെ അടയ്ക്കാൻ വേണ്ടി വന്നപ്പോ ഇവരെ ജനലടപ്പിക്കത്തില്ല, കല്ലോട് കല്ല് എറിഞ്ഞോണ്ടിരിക്കുവാന്ന്. എറിഞ്ഞ് ഇവർക്ക് ആ അടയ്ക്കാനും പറ്റില്ല. ഇവർ ആ മുറിയുടെ തൊട്ടപ്പുറത്തെ മുറിയിൽ ജനലടച്ച ഭാഗത്ത് പോയി കിടന്നു. പിറ്റേ ദിവസം രാവിലെ അപ്പൂപ്പൻ ചൂട്ടും കത്തിച്ച് ഓടി ജ്യോതിഷന്റെ അടുത്ത് ചെന്ന് നോക്കിച്ചപ്പം എന്താ, ഞാൻ പറയാ ഇളക്കട്ടെ. അന്നേരം നമ്മുടെ അവിയല് ഏകദേശം വെന്ത് കേട്ടോ. അപ്പൊ നമുക്ക് ചേർത്തിട്ട് പറയാം കഥയെ. കഷ്ണെല്ലാം വെന്തു കേട്ടല്ലോ. ഇത് നമുക്ക് നിലത്ത് വെക്കരുത്. ഇതിനെ നമുക്ക് എവിടെ വെക്കണ്ടേ? ഇവിടെ വെക്കാം. ഇവിടാണ് വെക്കുന്നത്. നമ്മുടെ അരപ്പെടുക്കട്ടെ. 100 പ്രാവശ്യം അവിയലൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണേ, ഞാൻ പറഞ്ഞു തരത്തില്ല. ഇച്ചിരി വെള്ളമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കൈയൊക്കെ കഴുകട്ടെ. കൈ കഴുകണം. ഇത് സുഖം. ഇവിടെ ഒരു പൈപ്പ് വെക്കാം. ഇവിടെ പറയേണ്ട താമസമേ ഉള്ളൂ. ഇവിടെ ഒരു പൈപ്പ് വെക്കണം എന്ന് എന്റെ ചേട്ടനോട് പറയേണ്ട താമസമേ ഉള്ളൂ. പൈപ്പ് റെഡിയാവും അല്ലേ? അതെ, പൈപ്പ് റെഡിയാവും. നല്ല അവിയല മണം വരുന്നുണ്ട് കേട്ടോ. അവിയലാന്ന് തോന്നുന്നു. ഇത്തിരി കട്ടയാവരുത്, ഇത്തിരി വെള്ളമായിട്ടിരിക്കണം. ഉള്ള കഷ്ണമൊക്കെ നല്ലതല്ലായിരുന്നു. അതെ. പിന്നെ നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മുടെ കപ്പളത്തിന് ചെരുവ് അതങ്ങനെ ഉണ്ടായപ്പോഴേ ചെരുവായിരുന്നു. ഉണ്ടായപ്പോഴേ നമ്മളെപ്പോലെ ചെരുവായിരുന്നു. ചെരുവായിരുന്നല്ലേ? ഞാനോർത്തിന് കപ്പളം ഞാൻ കാരം കൊണ്ടാണ്. കരിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എനിക്ക് വയ്യ, നല്ലതാ കേട്ടോ. ഞാൻ നിർത്തിയിട്ട് കാണിക്കാം. കണ്ടോ, നല്ല അവിയലാണേ.
നല്ല സ്വാദുള്ള അവിയലാണ്. ഇതിനകത്തൊരു പറ്റീര് ഞാൻ പറ്റിച്ചിട്ടുണ്ടേ. മിണ്ടണ്ട ആരോടും കേട്ടോ, നിങ്ങളോട് മാത്രമേ പറയത്തുള്ളൂ. മാങ്ങയ്ക്ക് മധുരമുള്ളതായിരുന്നു. അപ്പം ശകലം മധുരമുള്ളത് ഇട്ട് ബാക്കി 2-3 നമ്മുടെ ഇരുമ്പപ്പുളി ഇട്ട് പറയണ്ടേ, അറിയത്തേയില്ല. ആരും അറിയത്തില്ല, അമ്മയ്ക്കും അറിയത്തില്ല, ചേട്ടനും അറിയത്തില്ല. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല കേട്ടല്ലോ. ചക്കക്കുരു ഇച്ചിരി ഉടയ്ക്കാം. നല്ലതാട്ടോ, നല്ല അവിയലാണേ, അടിപൊളി. അപ്പം ഇതിനെ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഇച്ചിരി കൂടെ ഇത് കൊള്ളട്ടെ, എന്നിട്ട് നമുക്ക് തോരൻ എടുത്തുകൊണ്ട് വരാം. നമ്മുടെ അവിയലൊക്കെ കൊണ്ട് വെച്ച് കേട്ടാ. ഇനി നമുക്ക് തോരൻ കടുവറുത്തേ. തോരന് ഒത്തിരി തീ പറ്റത്തില്ലല്ലോ. അതെ, ഞാൻ ആ തുളയുള്ള ചീനച്ചട്ടി എടുത്തത്. ഇതാകുമ്പോ പെട്ടെന്നേ നമുക്ക് കരി പിടിച്ചാലേ എടുത്തേ കഴുക. ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. അരപ്പെടുത്തോണ്ട് വന്നില്ല, സാരയില്ല. സ്പൂണും എടുക്കണം, അരപ്പ് സ്പൂണും എടുത്തോണ്ട് തരാം. അടച്ചിട്ടേക്കാം. തീ വേണ്ട കേട്ടോ, ചെറിയ തീ മതി. അടച്ചെടുത്തേ, അത് അടച്ചിട്ട് എടുത്തോണ്ട് വരട്ടെ. അരപ്പൂടി ഇട്ടങ്ങ് അടച്ചേക്കാം, പെട്ടെന്ന് വേകുമല്ലോ. അവിടെ നിന്ന് വേകട്ടെ. എന്നിട്ട് നമ്മൾ ബാക്കി കഥ ഇന്റർവെല്ലായിരുന്നു ഇത്ര നേരം. കഥ പറഞ്ഞില്ലല്ലോ. അപ്പൊ ജ്യോതിഷന്റെ അടുത്ത് ഓടിയല്ല അപ്പൂപ്പൻ. ഓടിയിട്ട് അവിടെ ചെന്ന് നോക്കിച്ചപ്പോ ജ്യോതിഷം പറയാം, നിങ്ങൾ നേരത്തെ മരിച്ച ആൾക്കാരൊക്കെ നിങ്ങളെ ചുറ്റിപ്പറ്റി നടപ്പുണ്ട്, അവർക്ക് ചെയ്യേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ഇവർക്ക് ഭയങ്കര സങ്കടമായി. പൈസ ഇല്ല. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അതെ, നമുക്ക് ഒത്തിരി വഴിപാടൊക്കെ പറഞ്ഞാൽ പറ്റുമോ. പിന്നെ നമ്മൾ പേടിച്ചിട്ടല്ല എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യും. അപ്പം അപ്പൂപ്പന് സങ്കടമായി വീട്ടിൽ വന്ന് ഭാര്യയൊക്കെ ആയിട്ട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവം. അപ്പൂനെ കൂടുതൽ വിശ്വാസമൊന്നും പുള്ളിക്കാരനില്ല. പുള്ളിക്കാരൻ പറഞ്ഞു കുറേയൊക്കെ ചുമ്മാതായിരിക്കും എന്നെല്ലാം പറഞ്ഞു. അവർക്ക് പൈസ ഇല്ല ചെയ്യാൻ, ചെയ്തില്ല. അത് കഴിഞ്ഞ് ഇവർക്കൊരു ബാല്യക്കാരിയുണ്ട്, ഒരു വേലക്കാരി. പണ്ടുള്ളവർക്ക് അറിയാലോ, ബാല്യക്കാരിയൊക്കെ വെച്ച് ചെയ്യുന്നൊക്കെ അറിയാലോ. അന്നേരം ആ ബാല്യക്കാരി അന്നൊരു ദിവസം വന്നില്ല. പിറ്റേ ദിവസം ഈ അപ്പൂപ്പൻ ചോദിച്ചു, എവിടായിരുന്നു ഇന്നലെയൊക്കെ എന്ന് ചോദിച്ചപ്പം, അപ്പൂപ്പനാണ് അമ്മൂമ്മ ആരോ ചോദിച്ചപ്പോഴത്തേക്കും പറയാ, അയ്യോ അടിയൻ. അപ്പൊ പണ്ടുള്ളവരിങ്ങനെ അടിയൻ വരാഞ്ഞത് പേടിച്ചു പോയി. എന്താ സംഭവം? സന്ധ്യ രാവിലെ അവിടുന്ന് പോന്നപ്പം അവിടെ ഒരു കരിമ്പനയുണ്ട്. ആ കരിമ്പനയിൽ ഇങ്ങനെ ഒരു വള്ളി കിടപ്പുണ്ട്. ആ വള്ളിയുടെ അവിടെ ആയപ്പം ഞാൻ പേടിച്ചു. പിന്നെ അവർക്ക് പറയാൻ വയ്യ. അവിടെ ആയപ്പം ഒരു സ്ത്രീ ഇരുന്ന് ഊഞ്ഞാലാടുന്നു, മുടി നിലം വരെയുള്ള യക്ഷിയായിരുന്നു. അപ്പൊ അവരുടെ ശല്യങ്ങൾ ഭയങ്കരമായിട്ടുണ്ട്. ഈ ഇതൊന്നും ചെയ്യാഞ്ഞിട്ടോ എന്തോ. പണ്ടൊക്കെ കാടല്ലേ നിറച്ച്. അപ്പൊ ഇവരുടെ വീടെന്ന് പറഞ്ഞാൽ വീട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് 200 മീറ്ററോളം അകലെയാണ് അടുത്ത വീട് വരുന്നത്. അങ്ങനെയുള്ളിടത്താണല്ലോ ഈ സംഭവങ്ങളൊക്കെ. പണ്ടൊക്കെ അല്ലായിരുന്നു ഇതൊക്കെ കൂടുതൽ. പിന്നെ ഒരു വലിയ കഥയുണ്ട് പറയാം. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് പേടിച്ചവർ പോയി. പിന്നെ 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 ഇവര് പിറ്റേ ദിവസം ഇവര് നോക്കിയപ്പം ഇതുപോലെ തന്നെ 3-4 പേര് വെള്ള വസ്ത്രം ഇട്ട് നടന്ന് അങ്ങ് പോവാ. പെട്ടെന്ന് ഇവരെ ഇതാക്കി പെട്ടെന്ന് അങ്ങ് പോവാ. അത് കഴിഞ്ഞേച്ച് വേറൊരു ദിവസമായപ്പോ അങ്ങനെ എന്നും ഓരോ ശല്യങ്ങളുണ്ട്. പിന്നെ ഈ അപ്പൂപ്പൻ എന്നാ ചെയ്തു, രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിയപ്പോഴത്തേക്കൊണ്ടേ ഒരാൾ അപ്പൂപ്പന്റെ മുമ്പേ സ്പീഡിൽ പോന്നു. അപ്പൊ അയാളെന്നാ ഇത് കള്ളനാന്ന്, ഇത്രയും നാളും കളിപ്പിച്ച കള്ളനാന്നോർത്ത് ഇയാൾ പെട്ടെന്ന് പുറകെ ഓടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തെ അവിടെ ഒരു പനയുണ്ട്. ആ പനയുടെ അവിടെ ആയപ്പോൾ അപ്രത്യക്ഷ, അതായത് പന കയറി പോയി. അത് കണ്ടതിനോട് കൂടി
ഇങ്ങനൊന്നും അല്ല പറയുന്നവരെ, അവർ പറയുന്ന കേട്ടാ കുളിര് വരും. അത് കണ്ടതിനോട് കൂടി അപ്പൂപ്പൻ തിരിച്ച് വീട്ടിലോട്ട് ഓടി കടുത്ത പനിയായിട്ട് പിച്ചും പേയും ഒക്കെ പറഞ്ഞ് അവിടെ കിടക്കുന്നു. അത്രയാണ് അവർ പറഞ്ഞ് നിർത്തിയത്. തീരെ വയ്യാതായി അപ്പൂപ്പന്. അയ്യോ, അങ്ങനൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. അതൊരു വലിയ കഥയാണ്. അങ്ങനെ അപ്പൊ അവരുടെ ആ ചേച്ചിയുടെ ശരിക്കും പറഞ്ഞ ആ ചേച്ചിയുടെ വ്ളോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് അടുപ്പത്ത് വേകുന്നത്. അപ്പൊ ഞാനിനി എല്ലാം അടുപ്പത്ത് വെക്കാൻ പോവാം. എല്ലാം അടുപ്പത്താക്കാൻ പോവാം. ഇവിടെ ഇരുന്ന ചൂടുമില്ല. എല്ലാ കറിയും ഇങ്ങനെ വെക്കാൻ പോവാം. ഗ്യാസിന് ലാഭമല്ലേ ശരിക്കും പറഞ്ഞ. വിറക് ഉള്ളത്രയും നാള് അടുപ്പത്ത് വെക്കാം. 2 ദിവസം അടുപ്പിച്ച് കത്തിച്ചാ ഇല്ല, ഞങ്ങൾക്ക് വിറകൊന്നുമില്ല. മേടിച്ച് കത്തിക്കാന്ന് പറഞ്ഞ നഷ്ടമാണ്. ഇവിടെ കുറെ കൊതുമ്പൊക്കെ കിടപ്പുണ്ട്. ചിരട്ടുണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അന്നേരം അത് ആ കഥ കൊണ്ട് തീർന്നേ. അടുത്ത കഥ പറയാം. അതല്ല നാളെ പറയാം അല്ലേ, എല്ലാം കൂടെ ശരിയാവത്തില്ലല്ലോ. നമുക്കത് നാളെ പറയാം. ഞങ്ങളുടെ അച്ഛനുണ്ടായ അനുഭവം. ഇതൊന്നും ഇല്ലെന്നൊന്നും പറയാൻ പറ്റുമല്ലോ. എൻ്റെ അച്ഛനുണ്ടായ അനുഭവം അത് നമുക്ക് നാളത്തേക്കാക്കണം. എനിക്ക് അതുവരെ ഇരിക്കാനുള്ള ക്ഷമയില്ല. ഞാൻ പറയാം കേട്ടോ, അല്ലേ നാളെ പറയാം. അപ്പോഴേ നമ്മുടെ തോരനൊക്കെ ഓക്കെയായ തോരൻ റെഡിയായി കേട്ടോ. ഞാൻ യോഗയും ചെയ്ത് സ്കിപ്പും ചെയ്തുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നു കേട്ടോ. ഞാൻ അതിന് എല്ലാവരോടും എൻ്റെ അറിവിൻ്റെ വെച്ച് ഞാൻ പറഞ്ഞു തരുന്നത്. 2 ദിവസമൊക്കെ നല്ല വേദന വരും കാലിന്. 2 ആഴ്ച മൊത്തം വേദന വരും. അത് കഴിഞ്ഞ് മതുക്കം മാറും. ബ്ലഡ് സർക്കുലേഷൻ കയറുന്ന. അതുകൊണ്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ ഇരിക്കണം. ഇപ്പൊ കണ്ടോ, എനിക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നില്ലേ? അതാ പറയുന്നത്. നിങ്ങൾ എല്ലാവരുടെയും പരിപാടി എങ്ങനെയാണെന്നറിയാവോ? എന്തെങ്കിലും ഒരു ശകലം വേദന വരുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് നിർത്തി വെക്കും. അപ്പൊ അത് ഇരട്ടിക്കുക. വിഷമായിട്ട് ഉപ്പ് നോക്കുമ്പോ ടെൻഷനാ സത്യം പറഞ്ഞ. 10 പ്രാവശ്യം നോക്കണം. ഒന്നും നോക്കണ്ട കേട്ടോ. ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല തോരൻ. അപ്പൊ ഇന്നത്തേക്കെല്ലാം കഴിഞ്ഞു. ഞാൻ വിചാരിക്കും ഇനി എന്നാ വെക്കേണ്ടതെന്ന്. മീൻ വറക്കുന്ന ഇതിനകത്ത് വറുത്താലുണ്ടല്ലോ. കൊച്ചു പറഞ്ഞു ഇന്നും ഇപ്പം മീൻ വേണ്ട, വൈകിട്ടത്തേക്ക് മീൻ മതിയെന്ന്. അവനിപ്പം എക്സാമിന് പോവാം, അതുകൊണ്ട് വൈകിട്ട് മതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ശരി വൈകിട്ട് വരാം. ഇതിനകത്ത് മീൻ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പാനല്ലേ അതല്ലല്ലേ വറുക്കുന്നത്, അത് മുഴുവൻ കരിയാവും. അല്ല ഇതിനായിട്ടൊരെണ്ണം മേടിക്കണം. എനിക്ക് ഒരു മൺചട്ടി പോലത്തെ ഒരെണ്ണം മേടിക്കാം അല്ലേ, ഇതേ വെക്കാനുള്ള. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുന്ന. അടുക്കളയിൽ എന്ത് സുഖം, സ്വാതന്ത്ര്യമായിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കുകയും ചെയ്യാം അല്ലേ. ഫാനിൻ്റെ ഒച്ചയില്ല, ഒന്നുമില്ല. എനിക്കാണെങ്കിൽ പ്രകൃതി എന്നുള്ള കാറ്റ് കിട്ടുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ, അപ്പം ഞാൻ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞല്ലോ. ഇന്നത്തെ കണ്ടന്റ് അതാ കേട്ടോ. ഇന്നത്തെ കറി സാമ്പാർ വെച്ചു, അവിയൽ വെച്ചു, തോരൻ വെച്ചു, അയലക്കറി ഇന്നലത്തെ ഇരിപ്പുണ്ട്. നാളെ എനിക്ക് കറിയൊന്നും അധികം വെക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും വെച്ചത് കേട്ടോ. അപ്പം അതിപ്പം അടുപ്പത്താകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസിന് നല്ല ലാഭമല്ലേ. എനിക്ക് ഗ്യാസ് 1 മാസം കറക്റ്റേ ഉള്ളൂ കേട്ടോ. കറക്റ്റ് 1 മാസം എൻ്റെ ഗ്യാസ് തീരും. നമുക്ക് കറി വെക്കുന്നില്ലേ 3-4 കൂട്ടം, 2-3 കൂട്ടം കറി വെക്കണം, വെള്ളം തിളപ്പിക്കണം. അമ്മയ്ക്ക് മുത്തയച്ചിയുടെ വീട്ടിൽ ഹീറ്ററിൻ്റെ ഇതുണ്ട്. ഇവിടെ ഹീറ്ററിൻ്റെ വെച്ചാലും ഹീറ്റർ ഞാൻ മേടിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അത് കുടിക്കത്തേ ഇല്ല. അതിനകത്തെ വെള്ളം അമ്മയ്ക്ക് ഇഷ്ടമില്ല. അവർ പ്രായമുള്ളവർ, അവരുടെ വിചാരം അത് തിളച്ച് വരുന്ന വെള്ളം അല്ലല്ലോ. അപ്പം അമ്മ കുടിക്കത്തില്ലെന്ന് എന്നോട് പറഞ്ഞു മേടിച്ചാലും. ഞങ്ങൾ ചോദിച്ചു ദിവസം. അപ്പം ഇല്ലടി ഞാൻ കുടിക്കത്തില്ല. അപ്പം പിന്നെ എന്തിനാ അതിൽ നിന്നും കുറേ വെള്ളം എടുത്ത് വെള്ളം ഏതായാലും തിളപ്പിക്കണം. എന്നാൽ പിന്നെ എല്ലാവരും തിളച്ച വെള്ളം കുടിച്ചാൽ മതിയല്ലോ എന്നിട്ട് ഞങ്ങൾ മേടിക്കാത്തത്. അതല്ലെങ്കിൽ മറ്റേ ഇത് മേടിച്ചേനെ. നമുക്ക് എല്ലാവർക്കും കൂടെ പ്രയോജനം ഉണ്ടെങ്കിൽ മേടിച്ചാൽ മതിയല്ലോ. ചേച്ചിടൊക്കെ അവിടെ എന്ന് പറഞ്ഞാൽ ആരും ഇല്ലല്ലോ, അവർ 2 പേരല്ലേ ഉള്ളൂ. അവർക്ക് പിന്നെ അത് മതി. അപ്പം പ്രായമുള്ളവരാരും ഇല്ലല്ലോ. അപ്പം ഞാൻ ഇന്നത്തെ ഉച്ച വരെയുള്ള എൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനിയും വല്ലതും ഉണ്ടെങ്കിലോ നിർത്തിയാൽ ഭയങ്കരമായിട്ട് ഇതായിട്ട് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. ഒന്നുമില്ലല്ലോ, അല്ല ഞാൻ വെച്ചേനെന്ന് പറയാൻ. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം കേട്ടോ. ഇനി ഇതുകൊണ്ട് ആക്കി വെച്ചിട്ട് ഞാൻ ഈ കരിപ്പാത്രം എല്ലാം പുറത്തിട്ടങ്ങ് കഴുകി കയ്യോടങ്ങ് വെക്കും. അല്ല നമുക്ക് ജോലിയല്ലേ.
ശരി, നമുക്ക് പിന്നെ കാണാം. അപ്പൊ ഞങ്ങൾ ഇന്ന് ചോറൊക്കെ ഉണ്ണാൻ പോവാട്ടോ. ആ, നമുക്ക് ചോറുണ്ണാവേ. എന്നിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.